മമ്മൂട്ടി വിളിച്ചിരുന്നല്ലോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു. എല്ലാം ഈ ഇടയായിട്ട് അസുഖമായിട്ട് വിശ്രമിക്കുന്ന സമയങ്ങളിൽ മിക്കവാറും 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്നുകൂടെ വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും. അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പോൾ മൂപ്പര് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മൂപ്പര് വിളിക്കും. അപ്പോൾ ഇന്നലെയും വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പോഴൊക്കെ അറിഞ്ഞു ഒരു ടെസ്റ്റും കൂടി ബാക്കിയുണ്ട്, എന്നാലാണ് ഒരു പൂർണ്ണമാവുകയുള്ളൂ, രോഗവിമുക്തനാവുകയുള്ളൂ എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണ്ടേ. അപ്പോൾ എന്നിട്ടൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ഒരു പടം, രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തൊരു ഫോട്ടോഗ്രാഫ് നമ്മൾ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം മൂപ്പരുടെ പടം ലേലത്തിൽ വിറ്റിട്ടാണ് നമ്മൾ 3 ലക്ഷം റുപ്യക്കാണ് അതൊരാൾ, അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അത് വാങ്ങിച്ചത്, ലേലത്തിൽ പിടിച്ചത്. അപ്പോൾ ഇക്കൊല്ലം പക്ഷെ നമ്മൾ അങ്ങനെ അനൗൺസ് ചെയ്തില്ല. എന്നിരുന്നാലും മൂപ്പരുടെ പടം ചോദിച്ചപ്പോൾ തന്നു, അതിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാനാണെങ്കിലും ഓട്ടോറിക്ഷയിലൊക്കെ വരുമായിരുന്നു. അപ്പോഴാണ് മൂപ്പർ വിളിച്ച്, ഞാൻ കേട്ടില്ല, വീണ്ടും അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞിടാ. അപ്പോൾ എപ്പോഴും പറയും ഇനി ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, ടെസ്റ്റ് കൂടി ഉണ്ടെന്ന്. അതിൻ്റെ റിസൾട്ട് ഇന്നാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആവാതെ തന്നെ അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം, നിങ്ങൾ പാസ്സാവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരായിട്ട് കുറച്ച് വർത്താനമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് വലിയ നമ്മളുടെ ഈ ഇന്ദുചൂടൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും മൂപ്പര സുഹൃത്തുക്കൾക്കൊക്കെ വളരെ സന്തോഷം തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് അങ്ങനെ ഈ ഗ്രൂപ്പിനോടും ഈ ഒരു മൂവ്മെൻറ്റിനോടും ക്യാമറയെ പറ്റി പറയും, പക്ഷികളെ പറ്റി പറയും, അതിനൊക്കെ സമയം കിട്ടുന്നില്ലെങ്കിൽ പോലും അതിനോടൊരു മനസ്സുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇന്ദുചൂടൻ ഫൗണ്ടേഷനിലെ എല്ലാ ആൾക്കാർക്കും വലിയ ഇഷ്ടമാണ്, ആദരവാണ്. സിനിമയ്ക്ക് പുറത്തുള്ളൊരു ഗ്രൂപ്പായത്, ഇത് സിനിമയായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രോഗവിമുക്തിയിൽ എല്ലാവർക്കും വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ലഡു വാങ്ങിക്കണം, കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മധുര വിതരണമൊക്കെ ചെയ്തത്.